എടുക്കൂ. എന്താ വില? ഓ ഐ എം സോറി. ഹായ് ശ്രീദേവി. ശ്രീദേവി, നീ ഇവിടെ എങ്ങനെ? ഹേടി പെണ്ണേ, ഞങ്ങൾ ഇവിടെ അല്ലേ? എത്ര കാലമായി നിന്നെ കണ്ടിട്ട്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടുത്തെ ഹോസ്പിറ്റലിൽ ന്യൂറോ സർജനാ. ഇസ് ഇറ്റ്? എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാനാ? അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മോനെ, ഇതാരാന്നറിയോ? അമ്മയുടെ ഫ്രണ്ടാണ് ഹേമ, ഡോക്ടറാണ്. ഹലോ ആന്റി. ഹലോ ഡാർലിംഗ്. മോന്റെ പേരെന്താ? വിനോദ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. മോൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആണല്ലേ? ശ്രീദേവി, നിനക്ക് എത്ര കുട്ടികളാ? 1 വി ആർ ഫോളോയിങ് ഫാമിലി പ്ലാനിങ്. മോനെ, നിനക്കൊരു അനിയത്തി വേണ്ടേ കളിക്കാൻ? ഗുഡ് ബോയ്. മോഹനേട്ടാ, ഷീസ് മൈ ഫ്രണ്ട് ഹേമ. ഹേമൻ, മൈ ഹസ്ബൻഡ് മോഹൻ. നമസ്കാരം. ശ്രീദേവി, ഞാൻ അല്പം തിരക്കിലാണ്, നിന്ന് കാണാം. ഓക്കെ, സീ യു. ബൈ. എന്താ മോഹൻ? അറിയില്ലേ? ദേവൻ, നമ്മുടെ ദേവൻ. പറയൂ. ദേവൻ കമ്മിറ്റഡ് സൂയിസൈഡ്. മൈ ഗോഡ്. എവിടെ വെച്ച്? നമ്മുടെ ക്ലാസ്സുകളിൽ വെച്ച്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ ചെല്ലു, ഞാൻ പ്രിൻസിപ്പലിനോട് ഇവിടെ അറിയിക്കട്ടെ. എന്റെ മരണം കാണാനത്തെ ഏപ്രിൽ ഫുൾക്കെല്ലാം നന്ദി. ഞങ്ങൾ നീ പറ്റിച്ചാണല്ലേ? കാണിച്ചുതരാം. ടേക്ക് ഇറ്റ് ഈസി മാഡം. മോഹൻ പറഞ്ഞിട്ടാണ് ഞാൻ വിവരം അറിഞ്ഞത്. എനിവേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. Kindly accept my presentation. പിന്നെ മോഹനെ കണ്ടോ? കണ്ടില്ല. ഓക്കെ, സീ യു. കാണാം. എടി, ഏതായാലും തുറന്നു നോക്ക്. പലതൊക്കെ കാണും. തുറന്നാലല്ലേ എന്താണെന്ന് അറിയാൻ കഴിയൂ. ഇത്തരം തമാശ കാണിക്കുന്നവൻ ദേവനല്ലടി, അവൻ അസുരനാ. ആണിയുടെ വല്ലാതെ വിളയുന്നുണ്ടല്ലോ. അവനോട് നമുക്ക് ഇതിന് പകരം വീട്ടണം. വടി വാ. ഒന്ന് വേഗാവട്ടെ. ദേവൻ വരുന്നുണ്ട്. കഴിഞ്ഞു. വേഗം. ഒരു കാര്യം ചെയ്യും, നീ തന്നെ പ്രകാശിന്റെ വീട് വരെ പോകും. പഹയൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പരിപാടിയിലെ വളർത്തിലാവും. നീ ചോദിക്കുന്നല്ലടാ നല്ലത്. എടാ, കുറെ കാശിന്റെ കാര്യം ഞാൻ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത്. ഇനി ഞാൻ ചോദിച്ചാൽ അവൻ തരില്ല. നീ ആദ്യമായിട്ട് ചോദിക്കില്ലേ? എടാ, ഒരു ഡൗട്ടും വേണ്ട, 100% സക്സസ് ആയിരിക്കും. ശരി, എന്നാ ഞാൻ തന്നെ പോയിട്ട് പറഞ്ഞു വയ്ക്കും. ഞാൻ ഹോസ്റ്റലുണ്ടാവും. ഇവിടെ ഞാൻ പോയിട്ട് വരാം. ഹലോ, പ്ലീസ് കം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നുമില്ല.
സോറി. സോറി എന്തിന്? സോറി പറയാൻ ഹേമ ഒന്നും ചെയ്തില്ലല്ലോ. അത് പിന്നെ ബൈക്ക് ഞാൻ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അല്ല പക്ഷെ ബൈക്ക് ഓടിക്കാൻ ഞാൻ അറിഞ്ഞിരുന്നില്ലേ. കൊക്കിന് വെച്ചത് കുളക്കോഴിക്ക് കൊണ്ടുവല്ലേ? ദേവന്റെ ഇന്നലത്തെ പ്രസന്റേഷൻ ആയിരിക്കും ഹേമ ഇത്ര ചൂടാകാൻ കാരണം. ടേക്ക് ഇറ്റ് ഈസി. പട്ടാളച്ചിട്ടയിലുള്ള ജീവിതവും സന്യാസവും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് സ്വല്പം രസിക്കാനുള്ള സമയം ഇപ്പോഴേ കിട്ടും. ഇതൊന്നും അത്ര സീരിയസ് ആയി എടുക്കരുത്. ഇത് നിർത്തുന്നേ. മോഹന് എന്നോട് ഒരു വിരോധവുമില്ല, മാത്രമല്ല സന്തോഷവുമാണ്. കുറച്ചുകൂടി അടുക്കാൻ പറ്റിയല്ലോ. ഞാൻ പോട്ടെ. അപ്പോഴേ ഏതായാലും ഇത് ശരിയായില്ല. എന്താ? രോഗിയെ കാണാൻ വരുമ്പോ വല്ല ആപ്പിളോ ഓറഞ്ചോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പതിവാണ്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാം. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പൊ തൽക്കാലം ഞാനിവിടെ എഴുതാക്കണ്ടായിരുന്നു. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. 4-5 ദിവസം കഴിയുമ്പോ ഇതൊക്കെ അറുത്ത് മുറിച്ച് വലിച്ചെറിഞ്ഞ് ഞാനങ്ങോട്ട് വരും. ഞാൻ പോട്ടെ. ശിവര് അതിങ്ങോട്ട് വന്നാ. അച്ഛൻ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരേണ്ടിയിരുന്നില്ല. ആവുന്ന കാലത്തല്ലേ മോളെ ഇതൊക്കെ സാധിക്കൂ. വയസ്സായെങ്കിലും വണ്ടി ഓടിക്കാൻ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അച്ഛാ, സുരേഷിന് പുതിയ ട്രീറ്റ്മെന്റ് കൊണ്ട് വലിയ ഫലമുണ്ടോ? നമ്മുടെ തൃപ്തിക്ക് വേണ്ടി നടത്തുന്നേ ഉള്ളൂ. മനുഷ്യന്റെ കഴിവിന് ഒരു പരിമിതിയില്ലേ മോളെ? അച്ഛൻ വിഷമിക്കാതിരിക്കൂ. ഞാനിപ്പോ മെഡിസിൻ പഠിക്കുന്നത് തന്നെ അവന് വേണ്ടിയാണ് അച്ഛാ. നിന്റെ ഈ വിശ്വാസം തന്നെ മനസ്സിന് വലിയൊരു ആശ്വാസമാണ്. അമ്മായിക്കിപ്പോ എങ്ങനെയുണ്ട്? കാലിന് നീര് വന്ന് 3-4 ദിവസം കിടക്കേണ്ടി വന്നു. ശരീരം പ്രത്യേകം സൂക്ഷിക്കാൻ പറയണം. നമ്മുടെ ശ്രീദേവി എങ്ങനെയുണ്ട് അച്ഛാ? ഏത്? നമ്മുടെ ശ്രീദേവി. അവളുടെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയെന്ന് കേട്ടു. എവിടേക്കാ? എവിടേക്കാണെന്ന് അറിഞ്ഞുകൂടാ. നീ പോയതിനു ശേഷം അവളോട് വരാറേ ഇല്ല. മോളെ, അച്ഛൻ പോയിട്ട് വരട്ടെ. ഹലോ മോഹൻ. യെസ്. ഞാൻ ഹേമ. എന്താ ഹേമ? ഒന്നുമില്ല. പിന്നെ മോഹൻ പോവാൻ തയ്യാറായോ? റെഡിയായി. ഹേമേ, ഹേമേ, എന്താ ഒന്നും പറയാത്തത്? മോഹൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. മോഹൻ പോകുന്നറിഞ്ഞപ്പോ ഹലോ മോഹൻ. ഹലോ. എനിക്ക് ഞാൻ സത്യം പറയട്ടെ, ഇന്നലെ വരെ എനിക്ക് ആരോടും തോന്നാത്തൊരു പ്രത്യേകതയാണിത്. ഇതിന് എന്ത് പേര് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഇതിന്റെ പേര് സ്നേഹമാണെങ്കിൽ ഞാൻ മോഹനെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. മോഹൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും? സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഹേമയുടെ അടുത്ത് പറഞ്ഞെത്തണമെന്നുണ്ട്. ബോധപൂർവമല്ലാതെ തന്നെ എന്റെ മനസ്സിൽ കെട്ടിവെച്ചതെല്ലാം ഹേമയെ തുറന്ന് കാണിക്കണമെന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ എല്ലാ ദൂരത്തിനും ഞാൻ കത്തയക്കാം. പക്ഷെ ഒന്ന്, കത്ത് കിട്ടിയ ഉടനെ തന്നെ മറുപടി അയക്കും. തീർച്ചയായും. ഹലോ 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 ഹലോ. മോഹൻ, ട്രെയിന് സമയം. ടാക്സി ഉണ്ട്, വാ പോവാം. ഹലോ, വാടേ. ഹലോ.